എല്ലാവർക്കും വന്ദനം. ക്രിസ്ത്യൻ മ്യൂസീഷ്യൻസ് ഫെലോഷിപ്പായുള്ള ദയവേത് സ്റ്റേജിലോട്ട് ഒരുമിച്ച് വന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള CMF മെമ്പേഴ്സ് ഉണ്ട്. വന്ന് പെട്ടെന്നൊന്ന് നിന്നാട്ടെ. ഞാൻ ഒരുമിച്ച് ജിജിനുമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത് പാസ്റ്റർ ടിജോയുടെ ക്ഷണപ്രകാരം ഗ്രേസ് ഫാമിലി ചർച്ചിൽ ചെന്നപ്പോഴാണ്. അതിനുശേഷം അവസാനമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ജിതിൻ്റെ വിവാഹത്തിനാണ്. ഞാൻ അവിടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന സമയത്താണ്. അത് കഴിഞ്ഞ് ഞാനവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ജിജിൻ്റെ ഞാനിങ്ങനെ കൈ കൊണ്ട് കാണിച്ചു, മോനെ നന്നായിരിക്കുന്നു എന്നിങ്ങനെ കാണിച്ചു. അത് കഴിഞ്ഞ് ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ജിജിൻ എൻ്റെ അടുക്ക വന്നു. അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അവൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ വളരെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന്. ഞാൻ ജിജിനോട് പറഞ്ഞു, മോനെ നീ വായിച്ചതിലും വളരെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. CMF മെമ്പേഴ്സ് പ്ലീസ് കം ടു ദ സ്റ്റേജ് പ്ലീസ്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കലാകാരന്മാർ ഒരുപാട് പേരുണ്ട്, ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്, ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്, ഒരുപാട് ഇൻസ്ട്രുമെൻ്റലിസ്റ്റുകളുണ്ട്. എന്നാൽ അനോയിൻറ്റഡ് ആയിട്ടുള്ളവർ വളരെ കുറവാണ്. എന്നാൽ ജിജിൻ്റെ പ്രത്യേകത, അവൻ വായിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അവിടെ വ്യാപരിക്കും എന്നുള്ളതാണ്. എൻ്റെ കുടുംബത്തിൻ്റെയും സിറ്റി ചേഞ്ചേഴ്സ് ചർച്ചിൻ്റെയും അതുപോലെ ഞങ്ങൾ ക്രിസ്ത്യൻ മ്യൂസീഷ്യൻസ് ഫെലോഷിപ്പിൻ്റെയും പേരിലുള്ള അനുശോചനം, പ്രത്യാശ നിർഭരമായ അനുശോചനം അറിയിക്കുന്നു. അപ്പോൾ തന്നെ ബ്ലെസ്സി മോളെ, ഈ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നീ ജീവിതത്തിൽ ഉള്ളിൽ ഏകാന്തത അനുഭവപ്പെടുന്ന സമയം വരും. കഴിഞ്ഞ ദിവസം മോളും ജിജനും കൂടി വായിച്ചൊരു പാട്ട് ഞാനും വൈഫും കൂടി കണ്ടു. അനിൽ അടൂർ കമ്പോസ് ചെയ്ത പാട്ടിൻ്റെ വരികൾ. അതിൽ പറയുന്നത് പോലെ യേശുവിനോട് അടുത്ത് നിൽക്കുക, പരിശുദ്ധാത്മാവിന് മാത്രമേ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ, സ്വർണ്ണത്തെരുവിൽ